കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഭാഗ്യവാന്മാരായി യേശു പറഞ്ഞിരിക്കുന്നവരുടെ പ്രത്യേകതകൾ ഈ ഭാഗത്ത് കാണുന്നു. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. എന്നാൽ ഇന്ന് നമ്മുടെ സംസ്കാരം അത് അംഗീകരിക്കുന്നുണ്ടോ? ആത്മവിശ്വാസമുള്ളവർ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉള്ളവർ ഭാഗ്യവാന്മാർ. സ്വയം നന്നായി തോന്നുന്നവർ ഭാഗ്യവാന്മാർ. ശക്തരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും ഭാഗ്യവാന്മാർ. ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നവർ ഭാഗ്യവാന്മാർ. കഠിന ഹൃദയന്മാർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കാത്തവർ ഭാഗ്യവാന്മാർ. ആളുകൾക്ക് അർഹമായത് തിരിച്ചു നൽകുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ നാളിലും മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷേ ദൈവജനം കരുണയുള്ളവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടത്തിയ ഒരു പഠനത്തിൽ അവർ ഉദാര മനസ്കരും കരുണയുള്ളവരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമാണെന്ന് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടു. എന്നാൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് മറ്റുള്ളവരോട്, അയൽക്കാരോട് ഒക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇത്രയും സ്വാർത്ഥരും നിഗളികളും കരുണയില്ലാത്തവരുമായ മനുഷ്യർ എന്നായിരുന്നു. എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നുവോ? നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകം നമ്മെ നോക്കി കരുണയുള്ളവർ എന്ന് വിളിക്കുന്നുണ്ടോ? ഇരുണ്ട ലോകത്ത് നമ്മൾ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്തായ കരുണ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സ്വഭാവം കരുണയുള്ളതായി മാറുന്നു. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം മെച്ചപ്പെട്ടതായി മാറുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നു. ലൂക്കോസ് 10:25 മുതൽ 37 വരെ കാണുന്ന നല്ല ശമര്യക്കാരൻ്റെ ഉപമ കരുണയുടെ ഒരു നല്ല ചിത്രമാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. ആ വഴിയായി കടന്നു വന്ന പുരോഹിതനും ലേവ്യനും അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവനെ കണ്ട് മനസ്സലിഞ്ഞ് സഹായിച്ചു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ആര് കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. യേശു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതുതന്നെയാണ്. ബലഹീനർക്ക് നമ്മാലാവോളം സഹായം ചെയ്യുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.